ജൂലൈ മാസത്തെ പെൻഷൻ മിക്കവർക്കും താമസിച്ചാണ് ലഭിച്ചത്. എന്താണ് കാരണം? സാമൂഹിക സുരക്ഷാ പെൻഷന്റെ പുതിയ അറിയിപ്പുകൾ വന്നു. എന്താണ് അറിയിപ്പുകൾ? ഓഗസ്റ്റ് 24 മുൻപേ തന്നെ ഇനി മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് ചെയ്യുക. കാരണം ഓണത്തിന് ശേഷമുള്ള പെൻഷൻ മുടങ്ങാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാതിരിക്കണമെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക. ജൂലൈ മാസത്തെ പെൻഷൻ എല്ലാവർക്കും കൃത്യസമയത്ത് ലഭിച്ചിരുന്നില്ല. കാരണം അത് പലപ്പോഴായിട്ട് ഈ ജൂലൈ 31 അകമായിട്ടാണ് മിക്കവർക്കും ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ബാങ്കുകളുടെ പ്രോസസ്സിംഗ് കാണിച്ചിരുന്നെങ്കിലും ബാങ്ക് സെർവറുകൾ ഡൗൺ ആയിരുന്നാലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർ, ഏതെങ്കിലും സാഹചര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തവർ അവരുടെ ചില ലിസ്റ്റുകൾ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്നോ അതുമല്ലെങ്കിൽ വാർഡ് മെമ്പറോ നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ചിലയിടങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് എത്രയും വേഗം ഹാജരാക്കണമെന്നൊരു വാർത്ത പ്രചരിച്ചിരുന്നു. ആ വാർത്തയുടെ നിജസ്ഥിതി എന്താണ്? കാരണം കൃത്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ സർക്കാർ അറിയിക്കുകയാണെങ്കിൽ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയാൽ മതിയായിരിക്കും. നിലവിൽ വാർഷിക മസ്റ്ററിംഗ് മാത്രമാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെല്ലാവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓഗസ്റ്റ് 24 മുൻപേ തന്നെ ചെയ്യുക. കാരണം ഇനിയും മുന്നോട്ട് അങ്ങോട്ട് തിരക്കുകൾ അനുഭവപ്പെടുന്ന ഒരു സമയമായതിനാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആവശ്യകതയാണ്. അതുപോലെ തന്നെ ഈ മസ്റ്ററിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആധാർ തന്നെയായിരിക്കണം. എങ്കിൽ പോലും പെൻഷൻ ID കൈവശമുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് സ്പീഡപ്പ് ആയിട്ട് നമുക്ക് ലഭിക്കും. കാരണം അത് നിർബന്ധമില്ല, പെൻഷൻ ID നിർബന്ധമില്ല. അത് നിങ്ങൾ ആദ്യം ഓർക്കുക. നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് വേണ്ടത് ആധാർ തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെല്ലാം അവരുടെ പെൻഷൻ വിവരങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യകത തന്നെയാണ്. അതിനെ സേവന പെൻഷൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാരണം പെൻഷൻ മുടങ്ങുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്ത സ്റ്റാറ്റസ് അത് കൃത്യമായിട്ട് ആക്റ്റീവായിട്ടാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പെൻഡിങ് വന്നിട്ടുണ്ടോ എന്നെല്ലാം വിശദമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു സൈറ്റാണ് സേവന പെൻഷൻ. ഈ സേവന പെൻഷനിലൂടെ ഇതെങ്ങനെ അറിയാമെന്നും ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇത് മുൻപത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനും കുറച്ചുകൂടെ വിശദമായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. ഇപ്പൊ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ ആവശ്യം ഒരു ഫോണും നിങ്ങളുടെ ആധാർ നമ്പറും മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്നാണ് ഏറ്റവും വലിയ ഗുണം. അതിൻ്റെ അകത്ത് ഒത്തിരി നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട കാര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിവിടെ ഒരു ആധാർ നമ്പർ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇന്റർഫേസിൽ നമ്മൾ കണ്ടു പെൻഷൻ ID ഉണ്ട്, ആധാർ നമ്പർ ഉണ്ട്, അക്കൗണ്ട് നമ്പർ ഉണ്ട്. ഇവിടെ ആധാർ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു നീല ബട്ടൺ തെളിഞ്ഞിരിക്കുന്നത് കാണാം. നമ്മുടെ ആധാർ നമ്പർ അവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ആ കോഡ് അത് താഴത്തെ ലൈനിൽ അത് എൻ്റർ ചെയ്യുക. എന്നിട്ട് തിരയുക എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഉടൻ തന്നെ നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ വരുന്നതാണ്. അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ള പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിവരങ്ങൾ കാണാം. പെൻഷൻ വിഭാഗം, അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ID അവിടെ തന്നെയാണ് നമ്മുടെ പെൻഷൻ ID കാണിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വരും കാലങ്ങളിൽ നമുക്കത് ഉപയോഗപ്രദമായിരിക്കും. ആ പെൻഷൻ ID നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക. ആ പെൻഷൻ മേടിക്കുന്ന ആളുടെ വിവരങ്ങൾ, പേര്, അതുപോലെ തന്നെ എത്ര രൂപയാണ് പ്രതിമാസ പെൻഷൻ വാങ്ങുന്നത് അത് കൃത്യമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെൻഷൻ അപ്രൂവ് ചെയ്ത തീയതി, നിങ്ങൾ എന്ന് മുതലാണ് പെൻഷൻ വാങ്ങാൻ തുടങ്ങിയത് ആ തീയതി അവിടെ കാണും. അതുപോലെ അവസാനമായിട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്ത ഡേറ്റ്, പ്രാദേശിക സർക്കാർ അവസാനമായി വിതരണം നടത്തിയ മാസം എന്ന് പറയുന്ന ഒരു ഇയർ അവിടെ കാണിക്കും. അതൊരു പഴയ മാസമായിരിക്കും അവിടെ കിടക്കുന്നത്.
അതുപോലെ സ്റ്റാറ്റസ്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവിടെ താഴെ ആക്റ്റീവ് അതായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. പിന്നെ അക്കൗണ്ട് മോഡ് അവിടെ കൃത്യമായിട്ട് എഴുതും. അക്കൗണ്ട് മോഡ് നമ്മുടെ ഏതാണെന്ന് നമുക്കത് മാറ്റാം. നമുക്ക് അത് പിന്നെ പഞ്ചായത്തിൽ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവിടെ നമുക്കത് മാറ്റാൻ കഴിയുന്നതാണ്. ഇവിടെ അക്കൗണ്ട് മോഡ് കിടക്കുന്നത് ഡയറക്റ്റ് ടു ഹോം ആണ്. കാരണം അവിടെ ടു ബാങ്കിലേക്കാണെങ്കിൽ അവിടെ ബാങ്കിൽ നിന്ന് കാണിക്കും. ഇത് ഹോമിലേക്ക് വരുന്നതാണ്, വീട്ടിൽ വരുന്ന അക്കൗണ്ടാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അത് ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അത് ഹാജരാക്കിയ വിവരവും അതിൻ്റെ ഡീറ്റെയിൽസും, അത് കൊടുത്ത ഡേറ്റും അംഗീകരിച്ച ഡേറ്റും എല്ലാം അവിടെ ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അറിയാൻ കഴിയുന്നതെന്ന്. അതുപോലെ മസ്റ്ററിങ് ചെയ്ത അല്ലെങ്കിൽ നമ്മളിപ്പോൾ മസ്റ്ററിങ് ചെയ്ത തീയതി അത് കൃത്യമായിട്ട് അവിടെ കാണിക്കും. ഈ വ്യക്തി മസ്റ്ററിങ് ചെയ്തത് 2/7/2025 അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ താഴേക്ക് അവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ നേരെ താഴെ കാണാം മുൻ വർഷങ്ങളിലെ ഡിബിറ്റി വിതരണം ചെയ്തിട്ടുള്ള വിവരങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാമെന്നും പറഞ്ഞു. മുൻ വർഷങ്ങളിലെ ഡിബിറ്റി വിതരണം സംബന്ധിച്ച വിവരങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ തൻ വർഷത്തിലെ ഡിബിറ്റി വിതരണം സംബന്ധിച്ച വിവരങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. മുൻ വർഷങ്ങളിലെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇതുവരെ ലഭിച്ച പെൻഷൻ വിവരങ്ങൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആ കിട്ടിയ ഡേറ്റ് മുതൽ നമുക്ക് എത്ര മാസം നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഈ താഴെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വന്നതും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തുക കൈപ്പറ്റിയെന്നും അവിടെ സക്സസ് എന്നും പറയുന്ന ഒരു പെൻഡിങ് അല്ല, സക്സസ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസും നമുക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങളവിടെ നിങ്ങളുടെ പെൻഷൻ ID വെച്ച് അല്ലെങ്കിൽ ആധാർ നമ്പർ വെച്ച് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വിശദമായിട്ട് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ഇതുവരെ മേടിച്ച പെൻഷൻ, അവസാനം മേടിച്ച പെൻഷൻ, ആ പെൻഷൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഏതെങ്കിലും സമയത്ത് നമുക്കൊരു പെൻഷൻ മുടങ്ങുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് തൻ വർഷത്തിലെ, നിലവിലുള്ള വർഷത്തിലെ ഡിബിറ്റി വിതരണമാണ്. അത് പിന്നെ ജനുവരി തൊട്ടുള്ള വിതരണം കറക്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അവസാനം മേടിച്ചത് 2025 ആ ഭാഗത്തെ കാണിച്ചിരിക്കുന്നു. തുക ബാങ്കിന് കൈമാറി എന്നുള്ളൊരു ഭാഗമെല്ലാം അവിടെ കൃത്യമായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ തരാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ ചുമന്ന ലെറ്ററിൽ എഴുതി കാണിക്കുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിവിവരങ്ങളാണ്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പിന്നെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുക. തുടർന്നുള്ള ഇതുപോലുള്ള വീഡിയോകൾക്കും അതുപോലെ ഈ ചാനലിൽ പല വീഡിയോകളും വരുന്നുണ്ട്. എല്ലാം ഉപയോഗപ്രദമായ വീഡിയോകളാണ് ഈ ചാനലിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തിടുക. കാരണം പുതിയ അറിയിപ്പ് വരുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ വേണ്ടിയാണ് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.